തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ഇന്നും പ്രതിഷേധം തുടരും. അമ്പൂരി സ്വദേശി ആദിവാസി യുവാവ് സന്തോഷ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മതിയായ ചികിത്സ ലഭിക്കാതെയാണ് മരണമെന്നാണ് പരാതി. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, 24 പുറത്തുവിട്ടൊരു വാർത്തയാണ്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളും അടക്കം പറയുന്നത്? പ്രതിഷേധം എങ്ങനെ തുടരാനാണ് ആലോചന? അനൂപ്, ദിൽന, ഈ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവുകൾ തുടർ വാർത്തകളാകുന്നതിനിടയിലാണ് തിരുവനന്തപുരം പാറശാല പുതിയതായി ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ആരോപണം ഉയർന്നു വന്നത്. 24 ആദ്യമായി വാർത്ത പുറത്തുവിടുമ്പോൾ ഇതിനു മുമ്പും ഈ ആശുപത്രി ഉദ്ഘാടന സമയത്തും മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഈ ആശുപത്രി ഒരുക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്ത നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നലെ അമ്പൂരി സ്വദേശിയായ KECBയിലെ താൽക്കാലിക ജീവനക്കാരൻ സന്തോഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയുടെ പേരിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. സന്തോഷ് ഈ ആശുപത്രിക്ക് സമീപം പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത്. അദ്ദേഹത്തെ സുഹൃത്തുക്കളും കുടുംബക്കാരും ചേർന്ന് സമീപത്തെ ഈ പാറശാലയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് അവിടെ മതിയായ ചികിത്സ ലഭിക്കാതെ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ ഇദ്ദേഹത്തിന് CPR നൽകിയ ശേഷം ഈ ഓക്സിജൻ നൽകുന്നതിന് വേണ്ടി ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും സമയോചിതമായി ജീവനക്കാർ ഓക്സിജൻ നൽകിയില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രി ജീവനക്കാരുടെ പക്ഷം ഇദ്ദേഹത്തിന് ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ്. അദ്ദേഹത്തിന് ഓക്സിജൻ നൽകാൻ ഒരുങ്ങുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും ഇന്നലെ രാത്രി ആശുപത്രിയുടെ മുമ്പിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. യാതൊരു തരത്തിലും മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് കുടുംബം തയ്യാറായിട്ടില്ല. സർക്കാർ ഭാഗത്തു നിന്നുള്ള അധികൃതർ എത്തിയ ശേഷം അവരുമായി ചർച്ച നടത്തി ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച ശേഷമേ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാണ് ഇന്നലെ കുടുംബം പറഞ്ഞിരുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് അടക്കം ഇനിയും കടക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നും ആശുപത്രിയുടെ മുമ്പിൽ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ദിൽന, അനൂപ്, നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.